തോക്ക് കയ്യിലോട്ട് വന്നു. ഞാൻ നേരെ തിരിഞ്ഞു. എനിക്കതേ ചെയ്യാനുള്ളൂ, ഇനി വേറൊന്നും ചെയ്യാനില്ല. ഞാൻ നേരെ തിരിഞ്ഞു. ആനയുടെ എയിമൊന്നും എടുത്തില്ല, കോക്ക് ചെയ്തു, അതത് വെടിയും കൊടുത്തു. സാറ് ചെല്ലുന്നിടത്തെല്ലാം ആനയ്ക്ക് മതം പൊട്ടാറുണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? കളിയാക്കിയതാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ സത്യമാണ്. ഇനി കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോലീസുകാർ തമാശയ്ക്ക് പറയുകയും ചെയ്യും, എവിടെയെങ്കിലും ആന വരണ്ടാൽ സാറ് വരുന്നിടത്തൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. ഇനി എൻ്റെ ഗതികേടിന് ആന വരുന്നിടത്തേക്ക് ഞങ്ങൾ ഡ്യൂട്ടിക്ക് അയക്കാറുമുണ്ട്, എൻ്റെ സ്റ്റേഷനിൽ തന്നെയല്ല. അപ്പം അങ്ങനെ ചില സംഭവങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വിളി വരുന്നു, ഒരു ആന ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാരെയൊക്കെ ഓടിക്കുന്നുണ്ടത്, വീടൊക്കെ തല്ലി പൊളിക്കാൻ നോക്കുന്നു, സൈക്കിളുകാരെയൊക്കെ ചേസ് ചെയ്യുന്നു, സ്കൂട്ടറുകാരെ ചേസ് ചെയ്യുന്നു. വല്ലാതെ വയലൻ്റായിട്ട് നിൽക്കുകയാണ്. അപ്പം അന്ന് ഞങ്ങളുടെ CI അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ചവറയിൽ നിന്ന് ജനരാജൻ സാറാണ് വന്നത്. ഞാനന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ആന ചേസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അദ്ദേഹം എൻ്റെ കൂടെ ഓടുന്നതൊക്കെ കണ്ട് ഞാനിങ്ങനെ അതിശയിച്ച് നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് അവർക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടുതലുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ്, ആനയെടുത്ത് പോകുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് ഈ ആന എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ നമുക്ക് അടുത്ത നടപടി ചെയ്യുന്നതിലേക്ക് ആവശ്യമായ ഉത്തരവുകൾ വാങ്ങി വെക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം RDOയ്ക്ക് റിക്വസ്റ്റ് കൊടുപ്പിച്ചു. അതുമായിട്ട് അദ്ദേഹം വരുന്നുണ്ട്. ആന എന്തെങ്കിലും ആൾക്കാരെ കൊല്ലാനോ വല്ലതും നോക്കണമെങ്കിൽ അതിനെ വെടിവെക്കാനുള്ള ഉത്തരവൊക്കെ ആയിട്ട് വന്ന് അദ്ദേഹം സ്റ്റേഷനിൽ കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിൽക്കാലത്തേക്ക് വളരെ നമുക്കത് നിയമപരമായി വളരെ വലിയ നേട്ടമുണ്ടായത്. ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് ആന ആൾക്കാരെ മുഴുവൻ ഓടിക്കുന്നുണ്ട്. ഒരു സ്കൂട്ടറുകാരൻ ഇതിനിടയ്ക്ക് പറഞ്ഞിട്ട് കേൾക്കാതെ, ഈ എല്ലാ കൂട്ടത്തിലും ഉണ്ടാവുമല്ലോ 1-2 പേര് ഭയങ്കര ധീര സാഹസികത കാണിക്കാൻ വരുന്ന ഒരാൾ അതിലേ പോകുന്നു, ആന ചേസ് ചെയ്യുന്നു. അയാൾ സ്കൂട്ടർ ഇട്ടിട്ട് കൾവെട്ടിൻ്റെ താഴെ കൂടെ ഓടി രക്ഷപ്പെടുന്നു. ആന സ്കൂട്ടർ അടിച്ച് പഞ്ചറാക്കുന്നു. 4 കഷ്ണമായിട്ട് തെറിച്ച് പോയി, വീലെല്ലാം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ പോകുന്നു. ഭയങ്കര വയലൻ്റാണ്. അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് കുറച്ച് മുമ്പോട്ട് പോയി ഞങ്ങൾ പുറകെ ചേസ് ചെയ്തു. അവൻ തിരിച്ചു വരുന്നു, ഞങ്ങൾ ഓടുന്നു. ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ അന്ന് ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ ആൾക്കാരുടെ സംഖ്യ കുറവാണ്. ഉള്ളവരൊക്കെ തന്നെ കുറച്ച് മിഡിൽ ഏജൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെയാണുള്ളത്. പ്രായമൊക്കെ ആയത് ഒരു 50 വയസ്സിനൊക്കെ മേലുള്ള കുറേ പേരുണ്ടാവും. ഹെഡ് കോൺസ്റ്റബിൾമാരൊക്കെ ചെറുപ്പക്കാർ ഒരു 4-5 പേരെ കൊണ്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകണം. അപ്പോൾ അന്ന് എൻ്റെ കൂട്ടത്തിൽ അന്നത്തെ ദിവസം ഡ്യൂട്ടി ചെയ്യാനുണ്ടായിരുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കുറവായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും 303 റൈഫിളും ഒക്കെ ആയിട്ടാണ് പോയിരിക്കുന്നത്. ഞാനെൻ്റെ ചെറിയ തോക്കെടുത്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ലാത്തതുകൊണ്ട് ഞാനത് ജീപ്പിനകത്തേക്ക് ഡാഷിൽ വെച്ചിട്ടാണ് പോയത്. അപ്പം അവിടെ ചെന്നു. ആന ഞങ്ങളെ അങ്ങോട്ട് ഓടിക്കുന്നു, ഇങ്ങോട്ട് ഓടിക്കുന്നു. ആൾക്കാരൊക്കെ ഇടയിൽ കൂടെ പോകുന്നു, പറഞ്ഞ് കേൾക്കാത്തവരെയൊക്കെ ആന ചേസ് ചെയ്യുന്നു. ഇങ്ങനെ അവിടെ ആ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ അന്ന് ഉള്ള പോലീസുകാരിൽ 2-3 പേര് ചെറുപ്പക്കാരുള്ളൂ. അപ്പോൾ അവരൊക്കെ ഞാൻ ഈ നാട്ടുകാരെ നിയന്ത്രിക്കാൻ അയക്കണമല്ലോ. ആൾക്കാരതൊരു ചടങ്ങാക്കും. നമ്മളെങ്ങനെ ഓടിച്ചാലും അവർ പോകത്തില്ല. ആന അവരുടെ നേരെ ഓടിച്ചെല്ലുകയും ചെയ്യും. പിന്നെ നമ്മൾ നോക്കി നിൽക്കുക, ആന കുത്തിക്കൊന്ന് അതും പ്രശ്നമാവും. അതുകൊണ്ട് ഈ കൊള്ളാവുന്ന ചെറുപ്പക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നമ്മൾ സൈഡിലേക്ക് ഇട്ടു. എൻ്റെ കൂട്ടത്തിൽ ഒരാളുണ്ട്. അയാളുടെ പേര് ഞാൻ പറയത്തില്ല. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ മിക്കവാറും കൊല്ലംകാർക്ക് അറിയാൻ പറ്റും ആളാരാണ്. പുള്ളി രാത്രി ആയാൽ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ എന്തായാലും 2-3 അടിച്ചിട്ടേ പോകും. ഡ്യൂട്ടിയുടെ സമയത്ത് ചെയ്യത്തില്ല. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് വിരോധമില്ല. പക്ഷേ ആരോഗ്യം തീരെയില്ല, ക്ഷയിച്ചതാണ്. രാത്രി 7:30 മണിക്ക് മുമ്പ് ബസ് പുള്ളിയുടെ നാട്ടിൽ കൂടെ പോയി കഴിയും. പിന്നെ അവിടെ പോകണമെങ്കിൽ പുഴ നീന്തി പോകണം. അവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന ആൾ പുഴയുടെ സൈഡിലിറങ്ങി ഇതെല്ലാം കൂടെ ഡ്രസ്സെല്ലാം കൂടെ വാരി ഒരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടി നേരെ ഇതിലെ കായലിലേക്ക് ചുമ്മാ കിടന്നു കൊടുക്കുകയുള്ളൂ. നീന്തുമെന്ന് പറയാൻ പറ്റത്തില്ല. സ്ഥിരമായിട്ടുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു പുഴയ്ക്കറിയാം പുള്ളിയെ ഇത് പൊക്കിയെടുത്ത് അക്കരെ കൊണ്ടിട്ടു. നീന്തുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 2-3 പ്രാവശ്യം ടെൻഷൻ അടിച്ച് നോക്കി നിന്നിട്ടുണ്ട്. ആൾക്കാർ പറഞ്ഞു, സാറ് പോയിക്കോ, ഈ സാറ് മിക്കവാറും ഉള്ളതാണ്, പുള്ളി അങ്ങ് പൊക്കോളും. പുള്ളി നീന്തുന്നതല്ല, പുഴ പുള്ളിയെ കൊണ്ട് അക്കരെ വയ്ക്കുന്നതാണ്. അപ്പുറത്ത് കയറി അവിടെ നിന്നൊരു സല്യൂട്ട് അടിച്ചിട്ട് പുള്ളി പോവും. അതൊക്കെ പക്കയാണ്. ഈ കക്ഷിയാണ് എൻ്റെ കൂട്ടത്തിലുള്ളത്. ഇതിനോടത്തിൽ ശരിക്ക് ഒന്ന് ഉറപ്പിച്ച് പിടിച്ച് വെടിവെക്കാൻ പുള്ളിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. ഞങ്ങളിങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ആന നേരെ ഫ്രണ്ടിൽ പോയി ഈ കച്ചിൽ കൊണ്ടൊരു തുറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഇടിച്ചങ്കളം. പിന്നെ അത് കുറച്ചുകൂടെ വയലൻ്റായിട്ട് ഒരു വീടിൻ്റെ മുൻവശത്ത് ചെന്ന് ആ വലിയ ഉയരമുള്ള നല്ല ആരോഗ്യമുള്ളൊരു തെങ്ങിന് 3-ാമത്തെ ഇടിക്ക് വട്ടം മറിച്ച് താഴേക്ക് ഇട്ടു. അപ്പം റോഡിൻ്റെ സൈഡിലേക്ക് അത് ഒടിഞ്ഞ് വീണ് കിടക്കുകയാണ്. അവിടെ നിന്ന് നേരെ ആ നിൽക്കുന്ന വീടിനകത്ത് ഒരു ചെറിയ
ഷെഡാണ്. ആ ഷെഡിനകത്ത് ഒരു സ്ത്രീ പ്രസവിച്ച് കിടക്കുന്നുണ്ട്. അവരുടെ അമ്മായിയമ്മയുണ്ട്, കുഞ്ഞിക്കൊച്ചും. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞ്, സാറേ ആ വീട്ടിൽ ആളുണ്ട്, അത് നമുക്ക് ശല്യമാണ്, പ്രശ്നമാകും, അവനെ എങ്ങനെയെങ്കിലും വിളിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ ആന കാണുമ്പോൾ ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് പുറകുവശത്തൂടെ ഓടിച്ചെന്ന് ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് കൊട്ടി വിളിച്ചപ്പോൾ ഇവരകത്ത് കിടന്ന് അലറി വിളിക്കുകയാണ്, കരഞ്ഞ്. ആന വീട് വിളിക്കാമെന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒന്നുമില്ല, ഇപ്പുറത്തെ സൈഡിൽ പുറകിലത്തെ സൈഡിൽ കൂടെ വാതിൽ തുറക്കും, നമുക്കിപ്പോൾ ഓടണമെന്ന് പറഞ്ഞു. ഓടണം എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പം ഒരു നേരത്തെ വല്യമ്മ ഈ നമ്മുടെ ഉസൈൻ ബോൾട്ടൊക്കെ പറക്കുന്നത് പോലെ പറക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വളരെ എല്ലിച്ചവർ കക്ഷി. പക്ഷേ ഈ സ്ത്രീ കൊച്ചിനെ വാരി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പുറകെയാണ്, നിങ്ങൾ മുമ്പേ ഓടിക്കണം. ആന നിങ്ങളുടെ നേരെ വന്നാൽ ഞാൻ അതിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് വേറെ സൈഡിലേക്ക് ഓടും, നിങ്ങൾ നേരെ ഓടി ആ വീട്ടിലോട്ട് കയറണം, ഒരുപാട് ദൂരം ഓടരുത് എന്ന് പറഞ്ഞു. ഒരു 10 മീറ്റർ കഴിഞ്ഞപ്പോൾ ആന ഞങ്ങളെ കണ്ടു, നേരെ തിരിഞ്ഞ് ഞങ്ങളുടെ പുറകെ വിടാൻ തുടങ്ങി. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആനയുടെ ഓട്ടം. അതിങ്ങനെ വാല് ചുരുട്ടി ഇങ്ങനെ ഒന്ന് കുനിഞ്ഞിട്ട് സ്റ്റെപ്പ് ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അവരിങ്ങനെ കുതിച്ചു വരും. തിരിഞ്ഞു നോക്കിയാൽ ഇതിൻ്റെ വരവ് കൊണ്ട് പേടിച്ചാണെങ്കിൽ നമ്മൾ വീണ് പോകും. അത്ര ഭയങ്കരമായിട്ടാണ് അവൻ്റെ വരവ്. ഈ സ്ത്രീ ഓടുന്നു. അവരടുത്ത് ഒരു വീട്ടിലെ ഗേറ്റ് തുറന്ന് കിടക്കണം, അതിലെ ഓടി ആ വീട്ടിനകത്തോട്ട് കയറി. ഞാൻ ഓടുന്ന വഴി എനിക്കറിയാം എനിക്ക് അവിടെ ഓടി കയറാൻ പറ്റത്തില്ല. അതിനു മുമ്പ് ഞാൻ പോലീസുകാരോട് ഫയർ എന്ന് വിളിച്ചു പറഞ്ഞു. എന്തോ ഭാഗ്യം, ഫയർ എന്ന് തന്നെയാണ് കേട്ടത്. പുള്ളി തോക്കെടുക്കുന്നു, ഒരു വെടി. അയാളുടെ മുമ്പിൽ ഒരു 10 മീറ്റർ അപ്പുറത്തുള്ള ആനയാണ് പുള്ളി വെടിവെച്ചത്. വെടിയുടെ ഉന്നം കൃത്യമായിട്ടറിയാം. നേരെ പുറകുവശത്ത് കാണുന്ന സ്കൂളിൻ്റെ ഒരു 4-5 ഓട് പറന്നു പോയതായിട്ട് പിന്നീട് പറഞ്ഞറിഞ്ഞു. എനിക്ക് തിരിഞ്ഞു നോക്കാൻ നേരമില്ല. വെടി ശബ്ദം ഞാൻ കേട്ടു. ആന ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഒന്ന് സ്ലോ ആയി. കുറച്ച് ദൂരം കൂടി എനിക്ക് ഓടാൻ പറ്റി. ഇല്ലെങ്കിൽ എന്നെ അവൻ ഇന്ന് പറയാൻ ഞാനുണ്ടാവില്ല. ഓടി ഞാൻ മതിക്കെട്ടിനകത്തേക്ക് കയറിയപ്പോൾ അടുത്ത സീൻ, ഈ തോക്ക് ഇങ്ങനെ വട്ടം പിടിച്ചിട്ട് പുള്ളി എൻ്റെ കയ്യിലേക്ക് ഇട്ട് തന്നിട്ട് പുള്ളി സ്റ്റെപ്പ് ഓടി മുകളിലോട്ട് കയറി. അയക്ക് മനസ്സായി അയക്ക് വെടിവെക്കാൻ പറ്റത്തില്ല, എനിക്കും അറിയാൻ വെടിവെക്കാൻ പറ്റത്തില്ല. പിന്നെ ആനയും നമ്മളുമായിട്ടുള്ള അകലം എന്ന് പറയുന്നത് ഒരു 3 സെക്കൻഡിൻ്റെയോ വല്ല 4 സെക്കൻഡിൻ്റെ അകലേ ഉള്ളൂ. ആന എന്തായാലും നമ്മളെ കൊല്ലുമെന്ന് എനിക്ക് തോന്നി. അപ്പം ഉള്ളിൽ നിന്ന് ഭയങ്കരമായൊരു പേടി, തീ പറക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. തോക്ക് കയ്യിലോട്ട് വന്നു. ഞാൻ നേരെ തിരിഞ്ഞു. എനിക്കതേ ചെയ്യാനുള്ളൂ, ഇനി വേറൊന്നും ചെയ്യാനില്ല. ഞാൻ നേരെ തിരിഞ്ഞു. ആനയുടെ എയിമൊന്നും എടുത്തില്ല, കോക്ക് ചെയ്തു, ആദ്യത്തെ വെടിയും കൊടുത്തു കഴിഞ്ഞപ്പം കൊണ്ടു എന്നെനിക്ക് മനസ്സിലായി. കാരണം കുതിച്ചു വന്നവൻ അവിടെ നിന്നിട്ട് ഒരു സൈഡിലേക്ക് വീണു, ഒന്ന് കറങ്ങി താഴെ കിടന്നൊന്ന് ഉരുണ്ടിട്ട് എണീറ്റിട്ട് നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്ന്. അപ്പോഴത്തേക്ക് എൻ്റെ പേടിയൊക്കെ പോയി. ഒരെണ്ണം അടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് വേറെ ചിന്തയില്ല, വേറൊരു മൈൻഡിലേക്ക് നമ്മൾ പോകും. ആന അവിടെ നിങ്ങൾ നോക്കിയെന്ന് ആദ്യത്തെ അടി കിട്ടിയതിൻ്റെ ഒരു ഷോക്കിലാവും നിന്ന് അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇനി അടുത്തത് നമ്മുടെ ദൂരമില്ല, അവന് വേണമെങ്കിൽ കൈതിച്ച് പിടിക്കാം. രണ്ടാമത്തെ അടിയും കൊടുത്തു. അടി കൊടുത്തപ്പോഴത്തേക്ക് ഒന്നുകൂടെ കറങ്ങിയിട്ട് ആന ഓടാൻ തുടങ്ങി. അപ്പം അങ്ങനെ വെടിവെച്ച് വിട്ട് ഓടുന്ന ആന ഏറ്റവും അപകടകാരിയാണ്. മുമ്പിൽ കാണുന്നതൊക്കെ തല്ലി പൊളിച്ച് ദൂരക്കളയും. ആരെങ്കിലും സ്കൂട്ടുകാരൻ വന്നാൽ പിന്നെ രക്ഷയില്ല, സൈക്കിളുകാരോ പിള്ളേരൊക്കെ വന്നാൽ പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങൾ കൂടെ ഓടാൻ തുടങ്ങി. ഓടുന്ന വഴിക്ക് ഇവന് സൗകര്യം കിട്ടി നമുക്ക് അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ അടുത്ത പൊട്ടിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് വീഴ്ത്തണമല്ലോ ഇനി. കാരണം ഇൻ കണ്ടീഷനിൽ ഇത്രയും മുറിവേറ്റിട്ട് ഓടുന്ന ആനയെ പോലെ അപകടകാരി വേറെയില്ല. ഒരു 2 കിലോമീറ്റർ ഓടി. അവിടേക്ക് കുറച്ചും കൂടെ വെടിയുണ്ടകൾ കയറിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ 1-2 പ്രായമുള്ള ആൾക്കാരുണ്ട്. അവർ ഓടുകയില്ല, അവർ 1-2 പേര് ആ സ്കൂട്ടറിൻ്റെ പുറകിലൊക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഉണ്ട് കൂടെ. പക്ഷേ നോക്കി ഫയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചുറ്റും ആൾക്കാർ നിൽപ്പുണ്ട്, കാണുന്നവരുണ്ട്. നേരത്തെ വെടി പോയതുപോലെ ഒരെണ്ണം പാളിപ്പോയാൽ നമ്മളെ പിന്നെ ജയിലല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ആൾക്കാർ എത്ര ഓടിച്ചാലും പോകുന്നില്ലല്ലോ. 2 കിലോമീറ്റർ ഏകദേശം ഓടിക്കണം. ഞാൻ സൈഡിലുള്ള ഒരു ചതുപ്പിൽ പോയി ആന വീണു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവൻ ചത്ത് കാണുമെന്ന് വിചാരിച്ച് അടുക്ക ചെന്നപ്പോഴത്തേക്ക് തുമ്പിക്കൈ അനക്കുന്നുണ്ട്. ഞാൻ അടുക്ക ചെന്ന ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് തുമ്പിയും തലയും തിരിച്ചു വെച്ചിട്ടൊന്ന് ചീറ്റി. അവൻ്റെ ശബ്ദത്തിൻ്റെ ഫുൾ ഫോഴ്സില്ല, ഒരു പകുതി ഒരു ശബ്ദം, ഒരു പ്രതിഷേധം പോലെ. ഞാനിപ്പോൾ ദൂരം മാറിയുന്നു. പിന്നെ എനിക്ക് അടിക്കാൻ തോന്നിയില്ല, കാരണം അവൻ സറണ്ടറായി എന്ന് തോന്നി. പിന്നെ നമ്മൾ ഏത് ജീവിയാണെങ്കിലും സറണ്ടറായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവനെ ഉപദ്രവിക്കണം, ശരിയല്ല. ഞാൻ മാറിയത്. അതിനേക്കാൾ സങ്കടം തോന്നിയ സംഭവം അവിടെ കിടന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം അവൻ്റെ ഉടമസ്ഥൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നപ്പം എന്നോട് അടുത്തുനിന്ന് പോലീസുകാർ പറഞ്ഞു, ഇതാണ് അതിൻ്റെ ഉടമസ്ഥൻ, ആ വരുന്നതാണ്. അയാൾ അതിൻ്റെ കുറേ ദൂരം നിന്ന് മോനെ എന്നും പറഞ്ഞു ഇവൻ്റെ പേരെന്ന് വിളിച്ചു. അപ്പം ഇങ്ങോട്ട് തിരിഞ്ഞ് കിടന്ന ആന നേരെ തുമ്പിക്കയും തിരിച്ചു അപ്പുറത്തെ സൈഡിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. എന്നിട്ട് പകുതി ഇങ്ങനെ അങ്ങോട്ട് പൊക്കിയിട്ട് അവനൊന്ന് ചിഹ്നം വിളിച്ചു. പുള്ളി അതനുസരിച്ച് അവിടെ നിന്ന് ഇവൻ്റെ പേര് വിളിക്കുന്നുണ്ട്. ഇവൻ അതിനനുസരിച്ച് ഇങ്ങനെ പ്രത്യേക ശബ്ദത്തിൽ അങ്ങോട്ടേക്ക്
ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അത് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അയാൾ നടന്നടുത്ത് വരുന്നു, ഇവനടുത്ത് വന്ന് കണ്ട് കെട്ടിപ്പിടിച്ചു, ഇവൻ തുമ്പിക്കൈ ചുറ്റിപ്പിടിച്ച് ഒരു വല്ലാത്ത സീൻ. നമുക്ക് ഇത് ചെയ്തു പോയല്ലോ എന്ന് തോന്നിക്കുന്ന ഒരു രീതി. ഒരു പക്ഷേ ഈ ഇളകി നടക്കുന്ന സമയത്ത് അവരാരെങ്കിലും എത്തിയിരുന്നെങ്കിൽ ഇയാളൊരു പക്ഷേ നിയന്ത്രിച്ചുകൊണ്ട് പോയതിനെ നമ്മളെ കൊണ്ട് ഈ ഒരു ചതി ചെയ്യിക്കൊന്നും ഉണ്ടായിരുന്നില്ല അവർ വന്നിരുന്നെങ്കിൽ. പക്ഷേ എനിക്കത് മറ്റു മാർഗ്ഗമില്ലായിരുന്നു. കാരണം ഒന്നെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവർ, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ, അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഇവൻ കൊല്ലുന്നൊരു സ്ഥിതി. അത്രയും വലിയൊരു വാശിയിലേക്കാണ് ഈ ആന പോയത്. അത് ആരെയെങ്കിലും അത് കൊന്ന് വലിച്ചു കീറും ഒരു ഘട്ടം വന്നപ്പോൾ വെടിവെക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഇന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഈ മയക്കുമരുന്ന് വെടിവെച്ചിട്ട് അതിനെ തടയ്ക്കാനുള്ള ഒരുപാട് ഉണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട് വളരെ വിജയകരമായിട്ട്. മയക്കിയിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷിച്ചുകൊണ്ട് പോകും. കുറച്ച് ദിവസം ചികിത്സയൊക്കെ കഴിയുമ്പോൾ ആന രക്ഷപ്പെടും. പക്ഷേ അതൊരു വല്ലാത്ത ഒരു സംഭവമായിപ്പോയി. ആന അന്നൊന്നും ചത്തില്ല. പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴാണ് ചത്തത്. ഞാനതിന് പിറ്റേ ദിവസം നമുക്ക് കേസെടുക്കണമല്ലോ, ഈ സംഭവം ഉണ്ടാക്കി ഇത്രയും നാശനഷ്ടമൊക്കെ ഉണ്ടാക്കിയതല്ലേ. ഞാൻ വെടിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത് കേസുണ്ടാവണം. നമ്മളവിടെ പോയി ഇതിൻ്റെ മഹസർ ഒക്കെ എഴുതാൻ വേണ്ടി ചെന്നപ്പോഴേക്ക് അപ്പോഴും ഇല്ല, ഇങ്ങനെ ചാരി കിടക്കണേ ഉള്ളൂ, കണ്ണ് തുറന്നിട്ടുണ്ട്. എന്നെ കണ്ടോട്ടെ ഞാൻ മുഖത്ത് അവൻ്റെ കണ്ണിൽ കണ്ട് കണ്ണിങ്ങനെ വലുതായി ഒന്ന് നല്ലപോലെ. എന്നിട്ടൊരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചു. ഞാൻ വെടിവെച്ച ആളാണ്, തലേ ദിവസം ഉപദ്രവിച്ചവനാണ് വീണ്ടും ചെല്ലുന്നത്. പക്ഷേ ഇവനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കിടക്കുന്നതെങ്കിലും ആ ജീവിയുടെ വക ഒരു പ്രതിഷേധം എനിക്ക് അവിടെ കാണാമായിരുന്നു. വളരെ സങ്കടം തോന്നി. അതിൻ്റെ മുറിവെല്ലാം നോക്കിയെടുത്ത് തിരിച്ചു വന്ന വൈകുന്നേരമായപ്പം അതിൻ്റെ ഉടമസ്ഥൻ വിളിച്ച് പറഞ്ഞു അവൻ ചത്തുപോയെന്ന്. ഒരു വല്ലാതെ സങ്കടം തോന്നിയൊരു സമയം കൂടിയാണത്. നമുക്കൊരു ജീവനെ അങ്ങനെ കളയുന്നത് ഒരു ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ആനയടി ക്ഷേത്രത്തിലെ അതിൻ്റെ ബോർഡറിൽ, കൊല്ലം ബോർഡറിലാണെന്ന്, അവിടെ ഒരു ആനയെ എഴുന്നള്ളിക്കുന്നൊരു സംഭവമുണ്ട്. ഒരു 41 ആനയെ മറ്റാണ് പോകുന്നത്. ആ ക്ഷേത്രത്തിനകത്ത് ഇതിൻ്റെ മതിൽക്കെട്ടിന് വീതി കുറവാണ്, ഒരാനയ്ക്ക് കടന്നു പോകാം. അപ്പോൾ 41 ആന പുറത്തോട്ട് പോകുന്നു, അകത്തോട്ട് വരുന്നു. അങ്ങനെ 3 പ്രാവശ്യം വലം വെച്ച് തൊഴുതു പോകും. കാണാൻ ഭയങ്കര രസമാണ്. ഒരുപാട് ആളുണ്ടാവും. അത് വന്നിട്ട് ഇങ്ങനെ ഭഗവാനെ തൊഴുത് ഇറങ്ങിപ്പോകുന്ന ആ സംഭവം നമുക്ക് തന്നെ അതിശയം തോന്നും. ഓരോ തവണയും വന്നിട്ട് ഇങ്ങനെ വണങ്ങിപ്പോകുന്നൊക്കെ. നല്ല പ്രാക്ടീസുള്ള ആനകളൊക്കെയാണ്. പക്ഷേ പുറകിൽ നിന്ന് ഒരു 6ാമത്തെ ആന ഞാനിങ്ങനെ നോക്കിക്കണം, അവസാനത്തെ ഇതുകൊണ്ട് കഴിയും, ഇത് കഴിഞ്ഞാൽ വീട്ടിൽ പോകാം, രാത്രി കുറേ സമയമായി. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഏറ്റവും പുറകിൽ 6ാമത്തെ ആന അതിൻ്റെ മുമ്പേ പോയ 7ാമത്തെ ആനയുടെ പുറകിൽ ഒരു ഇടിയും കൊടുത്തു. അവനൊന്നങ്ങോട്ട് വീണു. അപ്പോൾ അവൻ ഈ ഇടിച്ചവനെ അവൻ്റെ പുറകിൽ നിന്ന് ആന വേറെ ഇടി കൊടുത്തു. അപ്പോഴത്തേക്ക് ഇത് 3 പേരും കൂടെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയായി, തുമ്പിക്കൈ കൊണ്ട് പിടുത്തമായി. അപ്പോൾ ആൾക്കാരെല്ലാം കൂടെ ബഹളം വെച്ച് ഇതെല്ലാം കൂടെ പുറത്തോട്ടിറങ്ങി. ഈ ബഹളം കൊണ്ട് ആളോടുന്നത് കൊണ്ട് ആനയെ ഓടി. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ അങ്ങ് പോയി. നാട്ടുകാരോടുന്നു, ആനയോടുന്നു. അപ്പോൾ നമ്മൾ ഈ KSRTC സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുത്തുകൊണ്ട് പോകുന്നല്ലോ, 4 ആന അങ്ങോട്ട് പോകുന്നു, 3 ആന ഇങ്ങോട്ട് പോകുന്നു, കുറേ ആൾക്കാർ പുറകെ ഓടുന്നു, കുട്ടികൾ കരയുന്നു. ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമുക്ക് അന്ന് ഇതിൽ നിന്ന് ഒരു ട്രെയിനിങ്ങും കിട്ടിയിട്ടില്ലെങ്കിലും അപ്പോഴുണ്ടാകുന്നൊരു സീനാണ്. അപ്പോൾ നമുക്ക് ആക്ട് ചെയ്തേ പറ്റുള്ളൂ. എന്ത് ചെയ്യണമെന്നൊരു രൂപമില്ല. ആദ്യത്തെ പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ എന്നെ ഇതൊക്കെ കാണിക്കാനും പരിചയപ്പെടുത്താനും കൊണ്ടുപോയ അഡീഷണൽ SI നോക്കിയിട്ട് കണ്ടില്ല. പുള്ളി ഇതിന് ആനയുടെ പുറകെ പോയോ ആളുടെ പുറകെ പോയോ എവിടെയെന്ന് അറിയത്തില്ല. കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൊക്കെ ചെതറിപ്പോയി. എൻ്റെ കൂടെ ആരോ 1-2 പേരുണ്ട്. എൻ്റെ റൈറ്ററുണ്ട്, ഞങ്ങൾക്കുണ്ട്, അസിസ്റ്റൻറ്റ് റൈറ്റർ ഒരു വർഗീസ്, അയാളുണ്ട് കൂടെ. അപ്പോൾ കുറേ പിള്ളേർ ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ആന വന്നിട്ട് ഈ വലിയ വിരിയൊക്കെ കെട്ടിയൊരു ഹോട്ടൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറേ പേര് ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം അലർട്ടായി എന്തോ സംഭവിക്കും. ഇതിനകത്തുകൂടെ ഒരു ആന ഓടുന്നതുകൊണ്ട് കെട്ടറമെല്ലാം കൊണ്ട് പറഞ്ഞ് ആനയുടെ പുറത്ത്. അത് കണ്ട് ആന ഒന്നുകൂടെ ബഹളം വെച്ച് അത് ചിഹ്നം വിളിക്കുന്നുണ്ട്. ആളൊക്കെ ചിഹ്നം വിളിച്ച് ഓടി രക്ഷപ്പെട്ടു. ആനയേക്കാളും വലിയ ചിഹ്നം വിളിയാണ് ആൾക്കാരുടെ. അപ്പോൾ നോക്കിയപ്പോൾ 5-6 കുട്ടികളെ കിട്ടി. നിങ്ങൾ ഈ കുട്ടികളെ പോയിട്ട് അടുത്ത വീട്ടിൽ ചെന്ന് കുട്ടി വിളിച്ചിട്ട് അയാൾ എന്ത് ചെയ്താൽ വാതിൽ ഉറക്കത്തില്ല. അയാളുടെ വിചാരം ആനയാണോ ആൾക്കാരാണോ എന്താണ്. പിന്നെ ജനൽ വഴി അയാളുടെ കാലിൽ പിടിച്ചിട്ടാണ് ഈ കുട്ടികളെ കാത്തായി. അപ്പോൾ പിന്നെ തിരിഞ്ഞ് ആരെങ്കിലുമൊക്കെ ഈ സ്ഥലത്ത് എങ്ങാനും ഉണ്ടോ. അപ്പം നമ്മുടെ മുമ്പിൽ കൂടെ ഏത് നിമിഷത്തിലും ഒരു ആന അപ്പുറത്തോട്ട് പോകണം, ഓടിപ്പോകുന്നത് കാണാം. പിന്നെ നടുക്ക് നിന്ന് കൊടുക്കാനും പറ്റത്തില്ല, മരത്തിനൊക്കെ മറഞ്ഞേക്കാണ് നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴുണ്ട് ഇതിൻ്റെ താഴെ കൂടെ ഒരു ആന വരുന്നു. അതിൻ്റെ പുറത്തിരിക്കുന്ന പോറ്റി കയ്യിൽ കൊടുത്തിരിക്കുന്ന മറ്റേ ഇതൊന്നുമില്ല, പിന്നെ രൂപമൊന്നുമില്ല, അതൊക്കെ പോയി. പോറ്റിയെ ചാടിക്കോ എന്ന് ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട് സൈഡിൽ നിന്ന്. പുള്ളി ചാടുന്നതിന് പകരം നേരെ വട്ടം നിൽക്കുന്ന മാവിൻ്റെ കൊമ്പിലോട്ട് ചാടിക്കയറി തൂങ്ങി. പിന്നത്തെ സിനിമയിൽ കാണുന്നൊരു സീനാണ് പോലെ ആദ്യം അദ്ദേഹത്തിൻ്റെ ഈ ഉടുത്തിരുന്ന തുണി കഴിഞ്ഞ് പതുക്കെ താഴേക്ക് വീഴുന്നു.
തുണി താഴെ വന്നപ്പോഴത്തേക്ക് പുറകെ പോറ്റി വീഴുന്നു. പോറ്റിയുടെ കാലുളുക്കി ഞങ്ങൾ അയാളെ കൊണ്ട് ഓടിപ്പോയി ഒരു വീടിൻ്റെ വാതിൽക്കൽ ചെന്നപ്പം പുള്ളിയുടെ സംശയം മുഴുവൻ ആന ചവിട്ടിയെന്നാണ് പുള്ളി പറയണത്. ആന ചവിട്ടിയിട്ടൊന്നുമില്ല, പുള്ളി വീണതിനാണ് കാലിന് പ്രശ്നം വന്നത്. അതായിരുന്നു രണ്ടാമത്തെ സംഭവം. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നാട്ടുകാരോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നമുക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ട്. കാരണം ഈ ആളുകളെ രീതിയിൽ ജീവൻ രക്ഷിക്കുക, കുട്ടികളെയൊക്കെ ആയിട്ട് സ്ത്രീകൾ ഇത് കാണാൻ വന്ന നല്ല സ്ഥിതിയൊന്നും നമ്മൾ ആലോചിച്ച് നോക്കി. ഈ വിരണ്ടോടുന്ന ആനയുടെ മുമ്പിൽ എളുപ്പം കിട്ടാവുന്ന രീതിയിൽ വന്ന് നിൽക്കും ഒരു ചെറിയ മതിൽ. ഇവരുടെ വിചാരം ഈ മതിൽ ആനയെ എന്നേക്കുമായിട്ട് ഇവരിൽ നിന്ന് അകറ്റി നിർത്തുന്നു. അത് വന്ന് ചെറുതായിട്ടൊന്നും തൊടേണ്ട കാര്യമുള്ളൂ. ഈ മതിലെല്ലാം പിടിഞ്ഞു വീണ് ആനകത്തോട്ട് കയറും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആനയുടെ കാലയുടെ കൂടെയൊക്കെ ആൾക്കാർ ഓടിപ്പോകുന്നത്. എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നതാണ്. ഞാൻ ഓർക്കുന്നുണ്ട് മുല്ലയ്ക്കൽ ആന ഒരു പ്രാവശ്യം അവിടെ ഉത്സവം കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം ഇടങ്ങി. അപ്പോൾ ഞാൻ അവിടെ ട്രാഫിക്കില്ല ചെയ്യാം. ഇപ്പോൾ DVSP രാധാകൃഷ്ണൻ സാറെ വിളിച്ചിട്ടൊക്കെ ഞങ്ങൾ എല്ലാവരും ഒക്കെ ഓടി അവിടെ ചെന്നു. അപ്പോൾ അദ്ദേഹം തലേ ദിവസം വൈകുന്നേരം തൊട്ട് ഫുൾ നൈറ്റ് നിന്ന് ആനയെ തളയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് നടക്കാതെ നിൽക്കുക. അവിടെ പറഞ്ഞ് എനിക്കൊന്ന് പോയി അല്പം റെസ്റ്റ് എടുക്കണം, നീ കുറച്ച് നേരം നോക്കണം പറഞ്ഞു പോയി. അപ്പോൾ നമുക്കിപ്പോൾ 2-3 ആനയൊക്കെ ഇടഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആൾക്കാരൊക്കെ കുറേ ദൂരോട്ടൊക്കെ മാറ്റി നിർത്തി അങ്ങനെ നിൽക്കുമ്പോഴുണ്ട് ഒരു ചെത്തുകാരൻ അതിലേ വരുന്നു. ഞാൻ ചോദിച്ചു, സുഹൃത്തെ അങ്ങോട്ട് പോരുത്, ആന ഇടഞ്ഞ് നിൽക്കുകയാണ്, നിങ്ങൾ കണ്ടില്ലേ ഇത്രയും പേരൊക്കെ ഇവിടെ നിൽക്കണം, ആ വളം തിരിയുന്നിടത്ത് ആനയുണ്ട്, ഇങ്ങോട്ട് എന്താ പ്രശ്നം പോരുന്നു പറഞ്ഞു. എനിക്ക് പോയിട്ട് കാര്യമുണ്ട്, എനിക്ക് വീട്ടിൽ പോയിട്ട് വേറെ ഒരുപാട് ജോലിയുണ്ട് സാർ, ആനയെ നോക്കി നിൽക്കുക, എനിക്ക് കളിച്ച് നിൽക്കാൻ നേരെയുണ്ട്. ഞാൻ പറഞ്ഞു അതിലേ പോരും, നിങ്ങൾ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകാൻ പറഞ്ഞു. അപ്പോൾ സൈക്കിൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. നമ്മൾ സൈക്കിൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് വന്നു. അവൻ പിന്നെ ഒന്നും മിണ്ടാതെ സൈക്കിൾ അങ്ങോട്ട് ചവിട്ടിപ്പോയി. അപ്പോൾ ഞങ്ങൾ പോരുന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. പുള്ളി വാശിയിൽ അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങോട്ട് ചെന്നാൽ വളം തിരിയുന്ന ആന എടുത്തോട്ട് തന്നെയാണ് തിരിഞ്ഞത്. പിന്നെ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ സൈക്കിള് ഇതിൻ്റെ മുകളിൽ കൂടെ അടുത്തൊരു വീടിൻ്റെ മുകളിൽ കൂടെ പറന്നു പോകാൻ ഞങ്ങളുടെ മുമ്പിൽ വേണം. അപ്പോൾ ഞാൻ ഇയാളുടെ ഒരു അലർച്ച കിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുത്തി കൊന്നു. ഞങ്ങളങ്ങോട്ട് ഓടിച്ചെല്ലുകയാണ്. ഇവിടെയും വെടിവെക്കേണ്ടി വരുമെന്ന് ചോദിച്ചിട്ടാണ് ചെല്ലണം. ചെല്ലുമ്പം എന്തോ തുമ്പിക്കൈ കൊണ്ട് അയാൾ പിന്നീട് പറഞ്ഞ തുമ്പിക്കൈ കൊണ്ട് ഒരു തട്ട് കിട്ടിയിട്ട് അയാൾ ഈ വീട്ടിൽ നിന്ന് അത് പൊങ്ങി മതിൽക്കെട്ടിൻ്റെ മുകളിൽ കൂടെ അടുത്ത വീട്ടിലെ വരാന്തയിൽ ചെന്ന് ഇടിച്ച് വീണിട്ട് മൊത്തം ഒടിഞ്ഞു പറഞ്ഞു അവിടെ കിടക്കുക. കാണുന്നത് ഈ ആന അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരാരോ ഇയാളെ പൊക്കി വലിച്ച് പുറവശത്തോടെ കൊണ്ടുപോയി പുറവശ വഴി കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി ഇയാളെ കൊണ്ടുവരികയാണ്. അപ്പം ഞാൻ പുറത്തോട്ട് കൈ കാണിച്ചു. ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. പുള്ളി കുറച്ച് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. കഷ്ടിച്ചാണ് സാർ രക്ഷ. ഞാൻ പറഞ്ഞതല്ലേ നാട്ടുകാർക്ക് ഇത് എത്ര, ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായി പോകും. ആൾക്കാർ ഇങ്ങനെ പുറകെ കൂടി ശബ്ദം ഉണ്ടാക്കിയാൽ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും ഓടും, അതിൻ്റെ പുറകെ ആളോടും. ഇത് ആവശ്യമില്ല. പാപ്പന്മാരും അതിൻ്റെ എക്സ്പെർട്ടുള്ള ആൾക്കാരും കൂടെ അവരത് പിടിച്ചു കിട്ടും. പക്ഷെ നമ്മുടെ നാട്ടുകാർ സമ്മതിക്കത്തില്ല. ആസ് യൂഷ്വൽ പേപ്പട്ടയുടെ പുറകെ ഓടുന്നവിടെ പുറകെ ആനയോടും പുറകിലോടും. അത് ഏറ്റവും അപകടകരമാണ്. പിന്നീട് ഞാൻ ഓർക്കുന്നത് ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടൊരു സംഭവമാണ്. അന്ന് മട്ടാഞ്ചേരിയിൽ ഞാനുണ്ട്. ആ സമയത്ത് മട്ടാഞ്ചേരി AC അടിക്കുമ്പോഴാണ്. അപ്പോൾ ഒരു ആന ഇടഞ്ഞു വരുന്നു. ഞങ്ങൾ അതിൻ്റെ മുമ്പിൽ കുറേ പോലീസ് ബൈക്കൊക്കെ ഇട്ട ആൾക്കാരൊക്കെ മാറ്റുന്നുണ്ട്, ബസ്സൊക്കെ ഒതുക്കുന്നുണ്ട്. അപ്പം അപ്പുറത്തെ ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ അവനോട് ആ ബസ്സുകാരോട് പറഞ്ഞ് അപ്പുറത്തൂടെ പോകാൻ പറഞ്ഞു. അവൻ നേരെ അവൻ പേടിച്ചു പോയി. അവൻ ആ സൈഡിൽ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയിട്ട് അവൻ ഇറങ്ങി ഓടി ഒരു ചായക്കടയുടെ അടുത്തോട്ട് പോയി. വണ്ടിക്കകത്തിരിക്കുന്ന ആൾക്കാർ, അപ്പോൾ ആന സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുക. വണ്ടിക്കകത്തിരിക്കുന്ന ആൾക്കാരെല്ലാം കുറേ പേര് ഡോർ വഴി ചാടി, അല്ലാതെ ചാടാൻ പറ്റുന്ന ആൺപിള്ളേരെല്ലാം ജനൽ വഴി വാതിൽ വഴിയൊക്കെ ചാടി. സംഭവിച്ചെന്ന് പറഞ്ഞാൽ തടിയുള്ളൊരു സ്ത്രീ, അവർ വല്ലാതെ പേടിച്ചു പോയി. അവർ വാതിൽ വഴി ഇറങ്ങുന്നതിന് പകരം ജനൽ വഴി ഇറങ്ങാൻ നോക്കി. അത് എങ്ങനെ? കാലല്ല മുമ്പേ ഇട്ടത്. അവർ തലയും കൈയും കൂടെ കിട്ടിയിട്ട് കീഴോട്ട് ഇറങ്ങാൻ നോക്കുന്നത്. ഒരിക്കലും ഇറങ്ങാൻ പറ്റത്തില്ല ബസ്സിൻ്റെ മുകളിൽ നിന്ന്. ഞങ്ങളിങ്ങനെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൃത്യമായി ആനയുടെ കൈ കിട്ടുമെന്ന് വെച്ചാൽ എന്തോ അവരെ കണ്ടിട്ട് പാവം തോന്നിയത് കൊണ്ടാവും ആന തൊടാതെ പോയി. അവർ ആനയുടെ മുമ്പിൽ ഈ കമ്പി അഴിയുടെ മുകളിൽ കൂടെ പുറകോട്ട് തൂങ്ങിക്കിടക്കുന്നു. ഇവരുടെ മുടിയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. 2 കൈയും തൂക്കിയിട്ട് ആനയുടെ മുമ്പിലുണ്ടായിരുന്നു. ആന വിട്ട് കളഞ്ഞു. അതുകൊണ്ട് ആ ആന ഓടി മട്ടാഞ്ചേരി കൂടെ ഒരിടവഴി കൂടെ അങ്ങനെ കയറി വടക്കേ അറ്റത്ത്. ഇപ്പോൾ പോകുന്ന വഴിക്ക് ആരോ പറഞ്ഞു സാറേ ഈ റോഡ് അവിടെ അവസാനിക്കണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി ഇതൊരു അപകടമാണ്. നമ്മൾ ആനയെ ചേസ് ചെയ്ത് പുറകെ ഓടിക്കൊണ്ടിരിക്കും. ആൾക്കാരോട് ഞാൻ പറഞ്ഞു, സൈഡിലുള്ള വീട്ടുകാരോട് പറഞ്ഞു വാതിൽ അടയ്ക്കരുത്, ഗേറ്റ് തുറന്നിട്ടേക്കണം, ഞങ്ങൾ അതാ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ അടയ്ക്കല്ലേന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് വീട്ടുകാർ അത് പറഞ്ഞപ്പോൾ തന്നെ അടച്ച്, ചിലർ തുറന്നിട്ടു. ആന വന്നവരുടെ വീട്ടിൽ കയറുന്ന പേടിച്ചിട്ടായിരിക്കും കുറച്ച് പേര് അപ്പം തന്നെ അടച്ചു, ഞങ്ങളെ കാണുക തന്നെ. ബാക്കിയുള്ളവർ കുറച്ച് പേര് തുറന്നിട്ട് ഞങ്ങൾ ഓടി. അവിടെ ആ എൻഡിൽ ചെന്നപ്പം ആന ഒന്ന് തിരിഞ്ഞു. കാരണം അവിടെ അവസാനിച്ചു വഴി. തിരിഞ്ഞ വഴിക്ക് അവിടെ ഒരു കുളിപ്പരയിൽ ആരോ കുളിക്കുന്നുണ്ടായിരുന്നു. തിരിഞ്ഞ വഴിക്ക് ഇതിൻ്റെ പകുതി ഒഴിഞ്ഞങ്ങ് പോയി. പിന്നെ ഞാൻ കണ്ടത് ഒരു സ്ത്രീ അവിടെ നിന്ന് കുളിക്കുന്നവർ
അവിടെ പുറത്തൊന്ന് 2 കട്ട വീണു. അവർ ശബ്ദമായിട്ട് അലറിക്കൊണ്ട് അതിലെ ഓടുന്ന കണ്ടത്. അവർ രക്ഷപ്പെടുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ചോടി. കാരണം പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല, ആന പുറകെ ഇങ്ങോട്ട് ഓടാൻ തുടങ്ങി. ഓടി വന്നപ്പം പലരും പല വീടുകളിലേക്ക് ഓടി കയറുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും വീണാൽ പ്രശ്നമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതും കൂടെ നോക്കി ഓടാൻ പറ്റുള്ളൂ. കൂടെ നിൽക്കുന്ന അവരെ നോക്കണ്ടേ, അവരെല്ലാം സുരക്ഷിതമാണെന്ന് കഴിഞ്ഞാലല്ലേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. ഓടി വന്ന് ഏറ്റവും അവസാനമാണ് ഞാൻ കയറുന്നത്. ഞാനിങ്ങനെ കയറി ആ വീട്ടിനകത്തോട്ട് കയറി വന്ന് സ്റ്റെപ്പ് കയറി പകുതി സ്റ്റെപ്പ് കയറിയപ്പോഴത്തേക്ക് ഇപ്പുറത്തെ സൈഡിൽ വന്ന് ആന മതിലിൻ്റെ അടുത്ത് നിന്ന് കൃത്യമായിട്ട്, അവന് വളരെ ബുദ്ധിയുള്ള സാധനമാണ്. അവിടെ നിന്നിട്ട് നേരെ കൈയെത്തിച്ചാൽ ഈ സ്റ്റെപ്പിൽ കൈയെത്തും ആന മതിലിനോട് ചേർന്നാണ്. ഞാൻ പകുതി കയറുമ്പോഴത്തേക്ക് ആന ഈ തുമ്പിക്കൈ വെച്ച് ഒന്ന് എന്നെ പിടിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഏതാണ്ട് എൻ്റെ കയ്യിലെ തൊട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇനി ഞാൻ പേടിച്ച് തൊട്ടതുപോലെ തോന്നിയാണെന്നല്ല. എന്തായാലും വളരെ ക്ലോസ് ആയിട്ട് ആനയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് കൂടെ ചാടി കയറി മുകളിൽ കയറി നിന്ന്. പിന്നെ അന്ന് രാത്രി ഞങ്ങളതിനെ മയക്കുവെടി വെച്ചിട്ട് ആ ചക്കാമാടൻ ജംഗ്ഷനിൽ വെച്ചിട്ട് അവനെ മയക്കുവെടി വെച്ച് പിടിക്കുകയാണ് ചെയ്തത്. പറയുന്ന കേട്ടാൽ തോന്നുന്നു ഞാനും ആനയുമായിട്ട് എന്താ സംഘർഷമാണെന്ന്. അങ്ങനെയല്ല. ഞാൻ താനൂർ സി ആയിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു ആനയാണ്. എനിക്ക് ആനയെ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലെ ആന പോകുന്നത് മണിക്കിലേക്ക് പോകണമൊക്കെ കണ്ട് നോക്കി നിൽക്കും. ഇങ്ങനെ ഒരു രാജകീയ നടപ്പൊക്കെ അല്ലേ. പാപ്പന്മാരെയും എനിക്കിഷ്ടമാണ്. അപ്പം ഞാനൊരു ദിവസം വൈകുന്നേരം ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സ് ചെയ്യുന്നോണ്ട് നിൽക്കുമ്പോൾ താഴെ പടി കടന്ന് എന്തോ ഒരു സാധനം അകത്തേക്ക് വരുന്നു. താഴെ ആനയുടെ ചങ്ങല കരിക്കാൻ കേൾക്കാം. അപ്പോൾ അയാൾ അവിടെ നിന്ന് ചോദിക്കും 2-3 ഓല വെട്ടിക്കോട്ടേന്ന് ചോദിക്കാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ആനയാണ്. ഞാൻ മുകളിലത്തെ സ്റ്റെപ്പ് വഴി കയറി എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് താഴേക്ക് കാണാം. ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ ഒരു ആനയാണ്. അപ്പോൾ അയാളോട് ചോദിക്കണം. അപ്പോൾ ഞാൻ പറയുള്ളൂ അവന് ഒരു 4-5 ഓല കൊടുക്ക്, നടന്നു പോയല്ലേ, കൊടുക്കുന്നു പറഞ്ഞു. അപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു വെട്ടിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ അവിടെ ഇരുന്നുകൊണ്ട് ചെറിയ തൈയുടെ ഓലയൊക്കെ വെട്ടുന്നുണ്ട്. അപ്പോൾ തൊട്ട് ഫ്രണ്ടിലെ കടയിലെ സുഗു എന്ന് പറഞ്ഞ് അവിടെ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഞാൻ സുഗുവിനെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് പറഞ്ഞു, സുഗു ശർക്കര ഇരിപ്പുണ്ടെങ്കിൽ 2 ശർക്കരയും കുറച്ച് പഴം കൊണ്ടുവരാൻ പറഞ്ഞു. ശർക്കരയും പഴവും കൊണ്ടുവന്ന് ഞാനിതിൻ്റെ സുഗു അകത്തോടെ കൊണ്ടുവന്ന് ഞാൻ മുകളിൽ നിന്ന്. അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് കാണിച്ചപ്പോൾ ഇവൻ നേരെ തുമ്പിക്കൈ നീട്ടി. ഞാൻ ശർക്കര കൊടുത്തു, പഴം കൊടുത്തു. അതൊരു 5 മിനിറ്റ് അവിടെ നിന്ന് അവനൊരു ചെറിയ താങ്ക്സ് പറയണ ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കി ഇറങ്ങിപ്പോയി. പിറ്റേ വർഷം ഞാൻ അതൊക്കെ നമ്മൾ മറന്നുപോയി. ആനക്കണ്ണം കൊടുത്തു, എനിക്കിഷ്ടമുള്ള ജീവിയാണ്. പിറ്റേ വർഷം വീണ്ടും അവിടുത്തെ പരപ്പനങ്ങാടിയിൽ ഒരു ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പോൾ വീണ്ടും അവനെ കൊണ്ടുവന്നു. എങ്ങും പോകാതെ അവിടെ വന്നിട്ട് പാപ്പനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടത്തില്ലവൻ. നേരെ പടി വഴി ചെറിയ പടിപ്പര പരുത്ത സാധനം അതങ്ങോട്ട് തള്ളി തുറന്നു നേരെ അകത്തോട്ട് കയറി വന്നു. അപ്പോൾ ഞാൻ അകത്ത് ഉറങ്ങുകയാണ്. താഴെ വന്ന് വീട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞ് കൂട്ടുകാരൻ വന്ന് ഇപ്പോൾ ഉണ്ട് ഗുരുവായൂരിൽ. ഞാൻ ചാരാൻ ഇതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം വന്ന് അതിന് ഓലയൊക്കെ വെട്ടിക്കൊണ്ട് പോയില്ലേ, താഴെ വന്ന് ഇപ്പോൾ ഉണ്ട്, എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത്തവണ വിളിക്കുന്നതിന് മുമ്പ് തന്നെ സുഗു ശർക്കരയും പഴവും ഒക്കെ ആയിട്ട് വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവനെ. അവൻ നമ്മളെ സ്മെല്ല് ചെയ്യും. ഇവിടെ വന്നിട്ട് നന്നായിട്ട് സ്മെല്ല് ചെയ്ത് ശർക്കര വാങ്ങിക്കും, പഴം വാങ്ങിക്കും. അത് അവിടെ നിന്ന് തന്നെ തിന്നും. ഓലയൊക്കെ എടുത്ത് അവൻ ഈ പഴയതുപോലെ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് പോവുക. പക്ഷെ ഞാൻ അവിടുന്ന് ട്രാൻസ്ഫറായി പോകുന്നതിൻ്റെ അടുത്ത വർഷം അവൻ വീണ്ടും വന്നു അതിലെ ഉത്സവത്തിന്. വന്നപ്പോൾ വീണ്ടും അവിടെ ഈ വീട്ടുകാരൻ വീണ്ടും കൊടുക്കേണ്ടി വന്നു. ഓല കൊടുത്തു, ശർക്കര കൊടുത്തു, പഴം കൊടുത്തു. അവനെ സന്തോഷിപ്പിച്ച് വിട്ടു. നമ്മൾ അവരോട് സ്നേഹമായിട്ട് നിന്നാൽ അവൻ നമ്മളോട് അതുപോലെ സ്നേഹം തരും. എനിക്ക് ആനയെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ തൃശ്ശൂർ ഡ്യൂട്ടിക്കൊക്കെ പൂരം ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ അവിടെ പോയിട്ട് ഓരോരുത്തരോട് പാപ്പന്മാരോട് ചോദിച്ചു പേരും അവൻ്റെ പ്രത്യേകതയൊക്കെ ചോദിക്കും. ആനക്കഥ എവിടെ കണ്ടാലും എനിക്കിഷ്ടമാണ്. പക്ഷേ സന്ദർഭവശാൽ പലരെയും എനിക്ക് തിരിച്ച് നാട്ടുകാരെ സംരക്ഷിക്കാൻ വേണ്ടി തിരിഞ്ഞു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ വന്യജീവികളും മനുഷ്യരുമായിട്ടുള്ള ഈ കോൺഫ്ലിക്റ്റൊക്കെ കാണുമ്പം നമ്മൾ അവരെ പുനരധിവസിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത, അത് ഇറങ്ങി വരാതെ അവർക്ക് കാട്ടിനുള്ളിൽ തന്നെ ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടാനുള്ള സംവിധാനം ചെയ്ത് നമുക്ക് 2 കൂട്ടർക്കും ശല്യമില്ലാത്തൊരു വേലിക്കെട്ട് ഉണ്ടാക്കി 2 കൂട്ടരും സുരക്ഷിതരായിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. പുതിയൊരു അനുഭവ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.